ഇന്ന് ഡിന്നറിന് ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനും ആയിരുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ആയാലോ. ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊരു ഹാഫ് കുക്കാക്കി നമുക്ക് എടുക്കാം. അതൊന്ന് കുക്കായി വരുന്ന സമയത്തോടെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നമുക്കിവിടെ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളി അത്യാവശ്യത്തിന് വഴന്ന് വന്നതിന് ശേഷം നമുക്കൊരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, കുറച്ച് പെപ്പർ പൗഡർ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലോട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഓരോ കോളിഫ്ലവർ തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത വിധം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും ഏകദേശം ഒരേപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ശേഷം നമ്മൾ ആക്കി വെച്ച മസാല വീണ്ടും ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആക്കി വെച്ച ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യുന്നത്. ഇതിലോട്ട് കുറച്ച് നോർമൽ വാട്ടറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്.